എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. വിഷ്ണു സഹസ്രനാമത്തിലെ 211 തൊട്ടിട്ടുള്ള നാമങ്ങൾ നോക്കാം. 211 ധാമ എന്ന് പറയുന്ന അവിടെ നിന്ന് തുടങ്ങാം. ഗുരുതമോ ധാമ സത്യസത്യ പരാക്രമ നിമിഷോ അനിമിഷ ശ്രഗി വാചസ്പതിരുദാരതി അഗ്രണീർ ബ്രാഹ്മണി ശ്രീമാൻ ന്യായോ നേത സമീരണ. ആ ഒരു ഭാഗത്ത് കുറച്ച് നാമങ്ങളാണ്. അപ്പോൾ 211 നാമം. അപ്പോൾ 210 ഗുരുതമ അവിടെയാണ് നമ്മൾ നിർത്തിയത്. 210 ഗുരുതമ, ഗുരുക്കന്മാരുടെ ഗുരുവാണ് വിഷ്ണു ഭഗവാൻ, അവിടെയാണ് നമ്മൾ നിർത്തിയത്. ഇനി 211 നാമം ധാമ. ധാമ എന്ന് പറയുമ്പോൾ ജ്യോതിസ് എന്നുള്ള അർത്ഥമാണ്. അതായത് നാരായണൻ പരമമായ ജ്യോതിസാണ്. ഭഗവാൻ നാരായണൻ പരമമായ ജ്യോതിസാണ് എന്ന് പറയുമ്പോൾ പരം ബ്രഹ്മ പരം ധാമ എന്ന് പറയും. പരമമായ ബ്രഹ്മവും ഭഗവാനാണ്, പരമമായ ധാമവും. ധാമം നമ്മളെവിടെയാണോ ആശ്രയിക്കുന്നത് അതിനാണ് ധാമം എന്ന് പറയുക. അപ്പോൾ എല്ലാ കാമങ്ങളുടെയും ആശ്രയം ആണ് ഭഗവാൻ എന്നാണ്. അപ്പോൾ നമ്മളെല്ലാവരും അവസാനം ചെന്നെത്തേണ്ട സ്ഥലം ഭഗവാനാണ്. ഭഗവാൻ എല്ലാത്തിൻ്റെയും ആശ്രയമാണ് എന്ന് പറയുന്നു. അപ്പോൾ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുമ്പോൾ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളുടെ ജീവിതത്തിലെ പല പ്രയാസങ്ങളും തനിയെ നീങ്ങിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാം. അതിന് കാരണം നമ്മൾ റിപ്പീറ്റായിട്ട് ഈ നാമങ്ങൾ ചൊല്ലുമ്പോൾ ആ ഒരു മനസ്സിൻ്റെ ഒരു ശുദ്ധി, മനസ്സാണ് ജീവിതം എന്നുള്ള ഒരു സത്യമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പിന്നെ അടുത്തത് 212 സത്യസ്വരൂപനാണ് ഭഗവാൻ എന്ന് പറയും. അപ്പോൾ സത്യത്തിൻ്റെ സത്യമാണ് ഭഗവാൻ എന്ന് ഭാഗവതത്തിൽ പറയുന്നു. സ്കന്ധം 10 ചാപ്റ്റർ 2 ശ്ലോകം 26. അതായത് സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യം ഹൃദ സത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്ന എന്ന് ബ്രഹ്മാദി ദേവന്മാരുടെ സ്തുതിയുണ്ട്. ഭഗവാനെ ബ്രഹ്മാദി ദേവഗണങ്ങൾ സ്തുതിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് അത് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഭഗവാൻ തന്നെയാണ് പരമമായ സത്യമെന്നും 3 കാലത്തെയും അറിയാവുന്ന പഞ്ചഭൂതങ്ങൾക്കെല്ലാം സത്യത്തെ നൽകുന്ന ഭഗവാൻ, എല്ലാത്തിനും കാരണമായിരിക്കുന്ന ഭഗവാൻ, പിന്നെ വാക്കിനെയും സത്യത്തെയും പ്രവർത്തിപ്പിക്കുന്ന ഭഗവാൻ സർവദാ സത്യസ്വരൂപമാണ്. അപ്പോൾ അത്രേ ഉള്ളൂ, ഭഗവാനാണ് സത്യസ്വരൂപനെന്നും എല്ലാത്തിനെയും ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിലനിർത്തുന്ന ഭഗവാൻ തന്നെയാണ് സത്യസ്വരൂപൻ. അതാണ് 3 കാലത്തിനും സത്യമായ ഭഗവാനാണ് എന്ന് ഒരു അർത്ഥമാണുള്ളത്. ഇനി 213 നാമം സത്യപരാക്രമ. സത്യമായ അല്ലെങ്കിൽ നിഷ്ഫലമാകാത്ത പരാക്രമത്തോടു കൂടിയവനാണ് ഭഗവാൻ. വിഷ്ണു ഭഗവാനെ സങ്കല്പിക്കുമ്പോൾ ഭുജ രൂപമാണല്ലോ മനസ്സിൽ വരിക. അപ്പോൾ ഈ ചതുർഭുജത്തിൽ ശംഖ് പ്രണവത്തെ സൂചിപ്പിക്കുന്നു. ചക്രം കാലത്തിൻ്റെ സ്വരൂപമാണ്. പിന്നെ ഗദ എന്ന് പറയുന്നത് ആസുരിക ശക്തികളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ആയുധമായിട്ട് പറയാം. താമര എന്ന് പറയുന്നത് സർവ്വ സൗന്ദര്യത്തിൻ്റെയും പ്രതീകമായിട്ട് പറയാം. അങ്ങനെ ഈ 4 ചതുർഭുജ രൂപത്തിലുള്ള ഭഗവാൻ സത്യപരാക്രമനാണ്. അതായത് സത്യമായ നിഷ്ഫലമാകാത്ത പരാക്രമത്തോടു കൂടിയ ഭഗവാന്റെ ഒരു പ്രവൃത്തിയും നിഷ്ഫലമായിട്ടില്ല. അതുകൊണ്ടാണ് സത്യസ്വരൂപനാണ് എന്നും സത്യമായ പരാക്രമത്തോടു കൂടിയ, അതാണ് സത്യപരാക്രമം. ഇനി 214 നിമിഷ. അതായത് യോഗനിദ്രയിൽ ഭഗവാൻ ശയിക്കുമ്പോൾ നേത്രങ്ങൾ നിമീലനം ചെയ്തിരിക്കുന്നു. അതായത് ഇങ്ങനെ കണ്ണടഞ്ഞ ഒരു അപ്പോൾ പ്രപഞ്ചം മുഴുവൻ ഭഗവാനിൽ ഇങ്ങനെ ലയിച്ചിരിക്കുന്നു എന്ന് പറയാം. കാലശക്തി നിശ്ചലമായിരിക്കുന്നത് ഈ ഒരു യോഗാവസ്ഥയിലാണ്. അതുകൊണ്ട് കാലഗണനയിലെ ഏറ്റവും ചെറിയൊരു അംശമാണ് നിമിഷം. അപ്പോൾ നിമിഷം എന്നാണ് നമ്മൾ ഒരു നിമിഷം കൊണ്ട് എന്നൊക്കെ പറയാം. ആ ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് തുറക്കുന്ന ഒരു സമയമാണ് നിമിഷം. അപ്പോൾ അത് ഭഗവാന്റെ സ്വരൂപമാണെന്ന് പറയുന്നു. ഇനി 215 നാമം അനിമിഷ. അനിമിഷ എന്ന് പറയുമ്പോൾ ഒരിക്കലും കണ്ണടയ്ക്കാത്ത, നിമിഷത്തിൻ്റെ ഓപ്പോസിറ്റാണ് അനിമിഷ. നിത്യപ്രബുദ്ധ രൂപനാണ് ഭഗവാൻ.
അതുകൊണ്ട് മത്സ്യരൂപനോ ആത്മരൂപനോ ഒക്കെ ആണെങ്കിലും പ്രപഞ്ച പ്രതിഭാസങ്ങളെല്ലാം വിഘ്നം കൂടാതെ ഇവിടെ നടക്കുന്നു. ഇതെല്ലാം ഭഗവാന്റെ ആ ഒരു നിയന്ത്രണത്തിലാണ്. ഈ പ്രപഞ്ചത്തിലെ ഓരോന്നും ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, ബ്രഹ്മാണ്ഡകോടി, ഒരുപാട് അനന്തമായ സാഗരങ്ങൾ, നക്ഷത്ര സമൂഹങ്ങൾ, പിന്നെ എല്ലാത്തിനെയും എങ്ങനെയൊക്കെ നടത്തണമെന്നും ഭഗവാന്റെ ആ ഒരു നിയന്ത്രണത്തിലാണ് എല്ലാം. അപ്പോൾ ഭഗവാൻ കണ്ണടച്ച് ഇരുന്നാലും പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ട് സദാ ജാഗരൂകനായിട്ടിരിക്കുക എന്ന് പറയില്ലേ, അങ്ങനെ ഇരിക്കുന്ന ഭഗവാൻ. അതാണ് ഭഗവാനെ അറിയാത്തതായിട്ടും ഒന്നുമില്ല, എന്നാൽ ഭഗവാനാൽ നിയന്ത്രിക്കപ്പെടാത്തതായിട്ടൊന്നുമില്ല. എല്ലാം ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്. അതാണ് നിമിഷത്തിന് അതീതനായവൻ, അല്ലെങ്കിൽ ഒരിക്കലും കണ്ണടയ്ക്കാത്തവൻ, എല്ലാ കാലശക്തിക്കും അതീതനായവൻ. അതാണ് കാലദേശാവതിഭ്യാം എന്ന നാരായണീയത്തിലെ ആദ്യത്തെ ശ്ലോകം. നാരായണീയം പറയുന്നു, 1-ാമത്തെ ശ്ലോകം, 1-ാമത്തെ ദശകം. ഇനി 216-ാമത്തെ നാമം സ്രഗ്ഗി, അതായത് എപ്പോഴും മാല ധരിച്ചിരിക്കുന്നവൻ. അതായത് മാല എന്നത് പഞ്ചഭൂതങ്ങളുടെ പഞ്ചതന്മാത്രകളാകുന്ന മാലയാണ്. അപ്പോൾ ഈ പഞ്ചഭൂതങ്ങളും പഞ്ചതന്മാത്രകളും ഒക്കെ ഭഗവാനിലാണ് നിലനിൽക്കുന്നതെന്ന് പറയും. എന്തൊക്കെയാണ് പഞ്ചഭൂതങ്ങൾ? സൂര്യൻ, വായു, അഗ്നി, ഭൂമി എന്നൊക്കെ പറയുന്ന ഈ 5 പഞ്ചഭൂതങ്ങളും, അതുപോലെ പിന്നെ 5 പഞ്ചതന്മാത്രകൾ, ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ഈ 5 സൂക്ഷ്മ തന്മാത്രകളും ഭഗവാനിൽ നിലകൊള്ളുന്നു. അതായത് ഭൂത തന്മാത്രാ രൂപമാണ് ഭഗവാൻ ധരിച്ചിരിക്കുന്നത്. അത് ആണ് വൈജയന്തി എന്ന് പറയുന്ന മാല. വൈജയന്തി എന്ന ആശയം തന്നെ സൂചിപ്പിക്കുന്നത് ഈ സൂക്ഷ്മ തന്മാത്രകൾ, ശബ്ദസ്പർശ രൂപഗന്ധ രസമായിട്ടുള്ള ഈ സൂക്ഷ്മ തന്മാത്രകൾ തന്നെ ചൈതന്യവത്തായിട്ട് ഭഗവാനിൽ ചേർന്നിരിക്കുന്നു. അതാണ് സ്രഗ്ഗി അല്ലെങ്കിൽ വൈജയന്തി എന്ന് പറയും. വൈജയന്തി എന്ന മാല ധരിച്ചിരിക്കുന്നവൻ അല്ലെങ്കിൽ സ്രഗ്ഗി. ഇനി നാമം 217 വാചസ്പതിർ ഉദാരതി. ഒരുമിച്ച് പറയണം. അതിന് നമുക്ക് 3ആയിട്ട് തിരിക്കാം. വാചസ്പതി ഒറ്റ നാമമാണ്, അതിന് 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ വാചസ്പതി വിദ്യയുടെ പതി, ഉദാരതി 2ആയിട്ട് തിരിക്കാം. വാചസ്പതി ഉദാരതി, അതായത് വിദ്യയുടെ പതിയാണ് വാചസ്പതി. ഉദാരതി ഉദാരമായിട്ട് ദാനം നൽകുന്നവൻ. വാചസ്പതി എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ പതി അല്ലെങ്കിൽ വാക്ക് രൂപത്തിലുള്ള വിദ്യയുടെ പതിയെന്നും, ഉദാരതി എന്ന് പറഞ്ഞാൽ ദാനം നൽകുന്ന മഹാത്മാവ് എന്നാണ് അർത്ഥം. അപ്പോൾ ഇത് രണ്ടും പദങ്ങൾ ചേർന്നിട്ടുള്ള നാമമാണ്. അപ്പോൾ ഈ ജ്ഞാനവും വിജ്ഞാനവും, അത് ആ ജ്ഞാനം ഭക്തന് ദാനമായിട്ട് നൽകുന്നു ഭഗവാൻ. അതാണ് ആ വിദ്യ ഭഗവാൻ ദാനമായിട്ട് നൽകുന്നതാണ് വാചസ്പതിർ ഉദാരതി. അപ്പോൾ ഭഗവാന്റെ ദാനമാണ് നമ്മൾക്ക് ലഭിക്കുന്ന വിദ്യ. ഇനി 218-ാമത്തെ നാമം അഗ്രണി. അഗ്രണി മുമുക്ഷുക്കളെ അഗ്രമായ പദത്തിലെത്തിക്കുന്നവൻ, ഉത്തമമായ പദത്തിലേക്ക് നയിക്കുന്നവൻ, എല്ലാ വസ്തുക്കളിലും വ്യക്തികളിലും ശ്രേഷ്ഠനായവൻ. ഭഗവാൻ പറയുന്നു, ഞാൻ ആദിത്യന്മാരിൽ വിഷ്ണുവാണ്, ജ്യോതിസ്സുകളിൽ രവിയാണ്, സൂര്യനാണ്, പിന്നെ മരുത്തുക്കളിൽ മരീചിയാണ്, നക്ഷത്രങ്ങളിൽ ചന്ദ്രനാണ്, വേദങ്ങളിൽ സാമവേദമാണ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം പിന്നെ അനേകം വിഭൂതികൾ ഭഗവാനുണ്ട്. അതിലെല്ലാത്തിലും ഏറ്റവും ശ്രേഷ്ഠമായതാണ് ഭഗവാൻ എന്ന് പറയും. അതാണ് അഗ്രണി എന്ന് പറയുന്നത്. ഇനി 219-ാമത്തെ നാമം ഗ്രാമണി. ഭൂതഗ്രാമത്തിൻ്റെ നേതൃത്വം വഹിക്കുന്നവൻ, അതാണ് ഗ്രാമണി. ഭൂതഗ്രാമത്തിൻ്റെ മുഴുവൻ നേതൃത്വം വഹിക്കുന്നവനാണ് ഭഗവാൻ. ഇനി ഗ്രാമം എന്ന പദത്തിന് ജനപദം എന്നും അർത്ഥമുണ്ട്. അപ്പോൾ വസ്തുക്കളുടെ സമൂഹം എന്നാണ് ഗ്രാമണി എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പിന്നെ എല്ലാ വസ്തുക്കൾക്കും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളൊക്കെ നൽകി അതിനെ പ്രവർത്തിപ്പിക്കുന്നത് ഭഗവാനാണ്. അതാണ് ഗ്രാമണി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരുപാട് നമ്മളെ ഈ ഒരു പ്രപഞ്ചത്തിൽ ഒരുപാട് വസ്തുക്കൾ കാണുന്നുണ്ടല്ലോ. നമ്മളെ ചുറ്റും നമ്മളൊക്കെ ആ വസ്തുക്കളിൽ പെടുന്നതാണ്. അതിൻ്റെയൊക്കെ ആ ഒരു സമൂഹത്തിന്
ഒരു നേതൃത്വം നൽകുന്നവൻ, അതാണ് ഗ്രാമണി. എല്ലാത്തിനെയും എല്ലാത്തിനും ഗുണങ്ങൾ നൽകുന്ന ഭഗവാനാണ്, എല്ലാത്തിനും പ്രവർത്തിപ്പിക്കുന്നതും ഭഗവാനാണ്, അതാണ് ഗ്രാമണി. 220ാമത്തെ നാമം ശ്രീമാൻ, അതായത് ഏറ്റവും നിറഞ്ഞ ശ്രീയും ഏറ്റവും നിറഞ്ഞ കാന്തിയുമുള്ളവൻ. ശ്രീ എന്ന് പറയുമ്പോൾ ഐശ്വര്യം, കാന്തി എന്നൊക്കെയാണല്ലോ. അപ്പോൾ ആ നിറഞ്ഞ കാന്തി ഉള്ളവൻ എന്ന് പറയാം. അല്ലെങ്കിൽ ലക്ഷ്മിയുടെ പതി എന്നുള്ള അർത്ഥത്തിലും ശ്രീമാൻ എന്ന് പറയാം. പിന്നെ ഭഗവാൻ ദേവന്മാരുടെ മുമ്പിൽ എന്താ പറയുക, പ്രത്യക്ഷപ്പെടുമ്പോൾ 1000 സൂര്യൻ ഉദിച്ച പോലെ എന്നൊക്കെ നമുക്കതിൽ അവർ വർണ്ണിക്കുന്നത് കാണാം. അതായത് ഭഗവാന്റെ കാന്തി എന്ന് പറയുന്നത് സർവ്വ അതിശയം ഉള്ളതാണ്. എല്ലാ വസ്തുക്കളിലും ജീവികളിലും കാന്തിയായിട്ട് ഉള്ളത് ഭഗവാന്റെ ആ ഒരു സ്രോതസ്സാണ്. ആ എല്ലാത്തിലും ഒരു കാന്തി പ്രകാശം, അത് ഭഗവാനിൽ നിന്നാണ് ആ സ്രോതസ്സ് വരുന്നത്. അപ്പോൾ ഭഗവാൻ ദേവന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷനായിട്ട് വിവരിക്കുമ്പോൾ നമ്മൾ പറയും 1000 സൂര്യൻ ഉദിച്ചതുപോലെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്തുതികളിലൊക്കെ കണ്ടിട്ടുണ്ട്. അതാണ് കാരണം ഏറ്റവും നിറഞ്ഞ കാന്തിയും ശോഭയും ഉള്ളവൻ, ശ്രീയുള്ളവൻ, കാന്തിയുള്ളവൻ, അതാണ് ശ്രീമാൻ. അപ്പോൾ ഭഗവാന്റെ എന്താ പറയുക, നാമങ്ങൾ, ഓരോ നാമങ്ങളും അതിവിശിഷ്ടമാണ്. അപ്പോൾ ഭഗവാനെക്കുറിച്ച് എങ്ങനെ പറഞ്ഞ് വിവരിക്കാമെന്ന് നമുക്കും അറിയില്ല. കാരണം നമുക്കത് പറയാൻ പോലും കഴിയണമെങ്കിൽ ഭഗവാന്റെ ഒരു അനുഗ്രഹം വേണം. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജാഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. ഓം തത്സത്. ഹരേ കൃഷ്ണ.